ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ നിയമസഭാ സാമാജികരാണ് പാർലമെൻറ്റ് അംഗങ്ങളാകാനുള്ള പോരാട്ടത്തിൽ സജീവമായി രംഗത്തിറങ്ങാൻ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. CPIയുടെ പട്ടികയിൽ 4-2 പേർ MLA മാർ. CPM ഇപ്പോൾ പ്രാഥമികമായി തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയിലും 2 MLA മാരുണ്ട്. കോഴിക്കോട് A. പ്രദീപ് കുമാറും ആലപ്പുഴയിൽ AM ആരിഫും. ഈ 2 പേരും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പത്തനംതിട്ടയിൽ രാജു എബ്രഹാമിൻ്റെയും വീണ ജോർജിൻ്റെയും 2 പേരും MLA മാരാണ്. ഈ 2 പേരുടെയും പേരാണ് വളരെ സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ MLA മാരുടെ ഒരു വലിയ നിരയെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ ഇടതുമുന്നണിയുടെ പട്ടിക തയ്യാറാകുമ്പോൾ സാധ്യതയുണ്ട്. ചുരുങ്ങിയത് 3 പേർ MLA മാർ മത്സരരംഗത്തുണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. CPIയുടെയും കൂടി കൂട്ടിയാൽ 5 പേരായി. അപ്പോൾ പിന്നെ കോൺഗ്രസ് കുറയ്ക്കേണ്ട. കോൺഗ്രസും നേരത്തെ വളരെ സജീവമായി ചില MLA മാരുടെ പേര് പരിഗണിച്ചിരുന്നു. പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ പേര്, എറണാകുളത്ത് ഹൈബി ഈഡൻ്റെ പേര്, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിൻ്റെ പേരൊക്കെ വളരെ സജീവമായി പരിഗണിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവരെയും കൂടി അങ്ങ് മത്സരരംഗത്തേക്ക് ഇറക്കുക. പേര് ദോഷം കേൾക്കണ്ടല്ലോ. CPM-ഉം CPI-യും എന്തായാലും MLA മാരെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു 6-7 MLA മാരുടെ മത്സരം ഉണ്ടാകും. ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മിനി നിയമസഭാ തിരഞ്ഞെടുപ്പും കേരളത്തിൽ നടത്താം. അത് വേറെ കുഴപ്പമൊന്നുമില്ല, ചിലവൊന്നുമില്ലാത്ത പരിപാടിയാണല്ലോ ഇലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോളേജ് ഇലക്ഷനിലൊക്കെ പോയി വോട്ടിടുന്നല്ലോ വളരെ എളുപ്പത്തിൽ നടത്തി പോരാവുന്ന പരിപാടി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുന്നണികൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഇത്തരം ഘട്ടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ അത് ആ രാജിവെച്ച് പോയ സ്ഥാനാർത്ഥികളുടെ ചെലവിൽ നിന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ പാർട്ടി ചെലവ് വഹിക്കണം, ആ തെരഞ്ഞെടുപ്പ് ചെലവ് മുഴുവൻ എന്നുള്ള നിയമം കർശനമായി തന്നെ നടപ്പിലാക്കണം എന്ന് പറയേണ്ടി വരുന്ന ഒരു ഘട്ടമാണ്. നേതാക്കളില്ലാത്ത പാർട്ടിയൊന്നുമല്ലല്ലോ CPI ആയാലും CPM ആയാലും. ഇനി കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആയാലും. ഞാൻ പറയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന പശ്ചാത്തലത്തിൽ ഗവർണറായിരിക്കുന്ന പാവം കുമ്മനം രാജശേഖരനെ കൊണ്ടുവരാതെ BJPക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നിയമ MLA ആയ O. രാജഗോപാലിനെ തിരുവനന്തപുരത്തേക്ക് മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ വലിയ വോട്ട് പിടുത്തം നടത്തിയ ആളാണ് O. രാജഗോപാൽ എന്ന് നമുക്കറിയാം. O. രാജഗോപാൽ ഇതിന് മുമ്പത്തെ തവണ മത്സരിച്ച ഒരു സമയത്ത് അന്ന് 2 ലക്ഷം വോട്ട് പിടിച്ചു. പിന്നീട് കൃഷ്ണദാസ് വന്ന ആ വോട്ട് 88,000-ആയി കുറഞ്ഞു. പിന്നെയും രാജഗോപാൽ വന്ന് 2ാം സ്ഥാനത്ത് എത്തിയതാണ്. അപ്പോൾ രാജഗോപാലിൻ്റെ വ്യക്തിപ്രഭാവം ഇവിടെ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് BJPയും കുറവ് വരുത്തണ്ട. നിയമം പോകണമെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റാണല്ലോ ആവശ്യം. അപ്പോൾ പിന്നെ BJPക്കും അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ചിന്ത ഇനി BJPക്ക് ഉയർന്നു വന്നുകൂടാ എന്നുമില്ല, അങ്ങനെയും ചിന്തിക്കാം. അങ്ങനെ മൊത്തത്തിൽ MLA-മാരുടെ ഒരു പോരാട്ടമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അംഗം മാറുമോ എന്നുള്ളതാണ്. എന്തായാലും ചുരുക്കത്തിൽ ഒരു ഗതികേടാണ് നമ്മുടെ മുന്നണികൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരിൽ പലരും ഒരുപക്ഷെ ജയിച്ചേക്കാവുന്ന നിലയിൽ വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇത്രയും MLA-മാർ 6-7 MLA-മാർ മത്സരരംഗത്തിറങ്ങുകയും അതിൽ 2-3 പേർ വിജയിച്ചാൽ പോലും അവരുടെ നിയമസഭാംഗത്വം രാജിവെച്ച് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടാക്കാവുന്ന പൊല്ലാപ്പുകളെക്കുറിച്ച് ആലോചിക്കുക. ഇടതുമുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ MLA-മാർ കൂടുതലായിപ്പോയതുകൊണ്ട് കുറച്ച് പേരെ ലോക്സഭയിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചതുപോലെയാണ് അവർ തീരുമാനമെടുക്കുന്നത്. നേതാക്കളില്ലാത്ത പാർട്ടിയൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നു. എന്താണ് അവസ്ഥ എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല.